നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം. അതിനാവശ്യമായിട്ടുള്ള മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, കറിവേപ്പില, പച്ചമുളക് എന്നിവ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ പച്ചമുളകല്ല കാന്താരി ഉണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തീയിലേക്ക് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അത് മാങ്ങ അതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അതായത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ആവശ്യത്തിന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്കതിലേക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് ചുരണ്ടിയ തേങ്ങ, ഒരല്ലി വെളുത്തുള്ളി, കാന്താരി മുളക്, ചെറിയ ജീരകം, കറിവേപ്പില, വെളിച്ചെണ്ണയിൽ വറുത്തിരിക്കുന്ന വറ്റൽമുളക് 2 എണ്ണം. അത് വറ്റൽമുളക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് 3 സ്പൂൺ തൈരും ചേർത്ത് നന്നായി ഒന്ന് മയത്തിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ മാങ്ങയൊക്കെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പ് നമുക്കതിലേക്ക് ഒഴിച്ച് അതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം തന്നെ കറി നല്ല ചൂടോടെ ഇരിക്കുന്നുണ്ട്. അരപ്പ് ഒഴിച്ചപ്പോൾ തന്നെ നല്ല തിള വന്നിട്ടുണ്ടായിരുന്നു. സമയത്ത് തീ ഓഫ് ചെയ്യുക. നെയ്യും വെളിച്ചെണ്ണയും സമാസം എടുത്ത് ചൂടാക്കി അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കടുക് വറുത്തെടുത്താൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കുക. കറി റെഡിയായി. ഇതായിരുന്നു നമ്മുടെ ഉച്ചയൂണിൻ്റെ കറി. മാമ്പഴ പുളിശ്ശേരിയും നല്ല ബീഫ് കറുത്ത നിറത്തിൽ വരട്ടിയെടുത്തതും, പിന്നെ ചോറും, ഇന്നലത്തെ രാത്രിക്കത്തെ 2 ചിക്കൻ പീസ് ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണിനുള്ള കറി. മാമ്പഴ പുളിശ്ശേരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അവിടെ മോനൂനും പൊന്നൂനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് വിശേഷങ്ങൾ.